ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഇന്നത്തെ ചെറുപ്പക്കാരുടെ പല പ്രവർത്തനങ്ങളും മുതിർന്നവർക്ക് അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല. ഒരുപക്ഷെ അവരുടെ വസ്ത്രധാരണ രീതി, അല്ലെങ്കിൽ സംസാര രീതി, അവരുടെ പ്രവർത്തനങ്ങൾ, അവര് ഉൾപ്പെടുന്ന വിനോദ പരിപാടികൾ, ഇതൊന്നും തീർത്തും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, കാലഘട്ടം ഇപ്പോഴാണ് പുരോഗതി പ്രാപിച്ചത്രയ്ക്ക് എത്തിയത്. അതിനു മുമ്പ് ഒരു 10-50 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിധത്തിലൊന്നും ആയിരുന്നില്ല കാര്യങ്ങൾ. വളരെ വ്യത്യസ്തമായിരുന്നു. അപ്പോൾ നല്ലൊരു വസ്ത്രം ധരിക്കാനോ നല്ലൊരു ഭക്ഷണം കഴിക്കാനോ സാധിച്ചിട്ടില്ല. ഇന്നത്തെ പോലുള്ള ആധുനികമായിട്ടുള്ള ഫോണോ മറ്റു സൗകര്യങ്ങളോ സംവിധാനങ്ങളോ യാത്രാ സംഭവങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്നത്തെ ഒരു ചുറ്റുപാടിൽ വളർന്നു വന്ന ആ പ്രായമായവര് ആ സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ടാണ് ജീവിച്ചത്. അവർക്ക് ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തക്കണം കഴിയാതെ പോകുന്നു. അങ്ങനെ വരുമ്പോൾ അവര് ഇപ്പോൾ കാണുന്ന ഈ മാറ്റങ്ങളെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവര് ശരി എന്ന് പറയുന്നത് എന്താണ്? അവരുടെ പഴയ കാലത്തുണ്ടായിരുന്ന ആ ചിന്താഗതികളും ആ പ്രവർത്തനങ്ങളും ഇതൊക്കെയാണ് അവർക്ക് ശരിയെന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ചെറുപ്പക്കാരെ പലപ്പോഴും മുതിർന്നവർ വിമർശിക്കാനുള്ള കാരണം അതാണ്. ഇപ്പോ നമ്മള് പല ആളുകളും പറയും, മുതിർന്ന ആളുകൾ, ഞാൻ ഉൾപ്പെടെ, ഈ പഴയ ഗാനങ്ങൾക്കൊക്കെ അർത്ഥം ഉണ്ടായിരുന്നു, എന്ത് നല്ല പാട്ടായിരുന്നു എന്ന്. പക്ഷെ ഇപ്പോഴത്തെ യുവതലമുറയിൽപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾക്ക് വയലാറിന്റെ ഗീതങ്ങളോ അതോടൊപ്പം തന്നെ കൈതപ്പുറത്തിന്റെയോ അങ്ങനെയുള്ള ചില എഴുത്തുകാരുടെ പാട്ട് അവർക്ക് ഇഷ്ടമാണോ? ഇല്ല. അവർക്ക് ഇപ്പോൾ വളരെയധികം അടിപൊളിയായിട്ടുള്ള പാട്ടുകളാണ് ഇഷ്ടം. പക്ഷെ അത് മുതിർന്നവർക്ക് കേൾക്കുമ്പോൾ അതിനകത്ത് യാതൊരു അർത്ഥവും തോന്നാറില്ല. അതനുസരിച്ച് അവർക്ക് താളം കൊള്ളാൻ പറ്റുകയില്ല. അപ്പൊ നമുക്ക് ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ പോകുമ്പോൾ അറിയാം ആളുകൾ എത്രത്തോളം എൻജോയ് ചെയ്താണ് ചെറുപ്പക്കാർ പോകുന്നതെന്ന്. പക്ഷെ അവരെന്തെങ്കിലും അർത്ഥവത്തായ പഴയ ചിത്രഗീതങ്ങളോ അല്ലെങ്കിൽ പഴയ ചലച്ചിത്രഗാനങ്ങളോ വെക്കാറുണ്ടോ? ആരും വെക്കാറില്ല. അവർക്കത് ഇഷ്ടമല്ല. ഉണ്ടോ? അപ്പൊ കാലഘട്ടം മാറി. പക്ഷെ ഇതിനെ ഉൾക്കൊള്ളാൻ ആർക്ക് പറ്റുന്നില്ല? മുതിർന്നവർക്ക് പറ്റുന്നുമില്ല. ഇതെന്ത് അവർക്ക് ദേഷ്യം വരും ഈ കാര്യങ്ങളെ സംബന്ധിച്ച്. അതെന്നാന്നറിയോ? കാലഘട്ടത്തിന്റെ മാറ്റമാണ്. അപ്പൊ ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടാണ് പിള്ളേർ ജനിച്ചു വളർന്നത്. അതുകൊണ്ട് അവർ അതിനോട് പൊരുത്തപ്പെട്ടു പോകുന്നു. ഇവർക്ക് അതിനോട് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല. അപ്പൊ ഇവിടെ മാറ്റം വരുത്തേണ്ടതാരാ? ഈ യുവതലമുറ മാറ്റം വരുത്തി ഈ പഴയ ആളുകളുടെ ചിന്താഗതിയിലേക്കോ പ്രവർത്തനങ്ങളിലേക്കോ വരണം എന്ന് വാശി പിടിക്കുന്നതായിരിക്കും നല്ലത്? അതോ മുതിർന്നവർ ഇപ്പോഴത്തെ തലമുറയുടെ ട്രെൻഡ് അതാണ് എന്ന് മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കുന്നതായിരിക്കും നല്ലത്? ആരോഗ്യപരമായിട്ട് നല്ലത് അതായിരിക്കും. തന്നെയുമല്ല, വലിയ ഒച്ചപ്പാടോ ബേളോ ഇല്ലാണ്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുതിർന്നവര് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ആ താല്പര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകുന്നതായിരിക്കും നല്ലത്. ശരിയല്ലേ? ഇപ്പൊ മുൻകാലങ്ങളിലൊക്കെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വാശി പിടിച്ച് പിള്ളേർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾ വഴിയെടുത്തിട്ട് അടിയൊക്കെ തല്ല് ഒക്കെ കൊടുക്കും. അത് അവിടെ തീർന്നു. ആ പിണക്കങ്ങൾ ഒരു 2 മണിക്കൂർ നേരത്തേനൊക്കെ കാണത്തുള്ളൂ, പിന്നെ തീർന്നു. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല. 1-2 കുട്ടികൾ മാത്രമേ ഉള്ളൂ. അവരുടെ പറയുമ്പോൾ സൂക്ഷിക്കണം. അതാണ്. അവർ ചിലപ്പോൾ കടുങ്കയും ചെയ്യും. അത് മാത്രമല്ല, പല വിധത്തിലും പ്രതികരിച്ചിരിക്കും. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ മാതാപിതാക്കൾക്ക് വളരെ വിഷമം വരും. അപ്പൊ ഇതെല്ലാം ഒഴിവാക്കാൻ കഴിയും. എന്ത് ചെയ്യണം? അവരുടെ ട്രെൻഡിന് അവരെ വിട്ടേക്കുക എന്ന് വിചാരിച്ച് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ കയറൂരി വരണം എന്നുള്ള ആശയമല്ല ഞാൻ പറയുന്നത്. അവരുടെ ചില താല്പര്യങ്ങളുണ്ട്. ഇപ്പൊ അവരുടെ മുടി വെട്ടുന്നതിന്റെ ഹെയർ സ്റ്റൈല്, അതിനകത്ത് എന്തിനും നമ്മളായിട്ട് പെടേണ്ട കാര്യമില്ല. പിള്ളേരുടെ ഇഷ്ടമല്ലേ, അത് അവരങ്ങനെ ചെയ്തോട്ടെ. അതിന് വേറെ ദോഷമൊന്നുമില്ലല്ലോ, അല്ലേ? അവരുടെ വസ്ത്രധാരണ രീതി, അവർ തിരഞ്ഞെടുക്കുന്ന ബാൻഡ്, അല്ലേ? അപ്പോ അത് ചിലപ്പോൾ ഇറുകി പിടിച്ചായിരിക്കാം. അത് അവരുടെ താല്പര്യം അതാണ്. അതിനിപ്പോൾ എന്താണ് കുഴപ്പം? അതങ്ങനെ നമ്മൾ വിട്ടേക്കുക. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അങ്ങനെയുള്ള ചില ട്രെൻഡുകള്, ചില ഭക്ഷണ രീതി, അല്ലേ? ഇപ്പൊ മുതിർന്നവരെ സംബന്ധിച്ച് ഇപ്പൊ ഇപ്പോൾ ഉള്ള ഈ അൽഫാമോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സംഗതികളൊന്നും അവർക്ക് വലിയ പ്രിയം കാണുകയില്ല. ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്ന പിള്ളേര്, അല്ലെ അൽഫാം കഴിക്കുന്ന പിള്ളേര്, അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഭക്ഷണ രീതികളൊന്നും അവർക്ക് വലിയ താല്പര്യം ഉണ്ടാകത്തില്ല. അപ്പൊ കുട്ടികൾക്ക് അതിനുള്ള താല്പര്യം. അപ്പൊ അതുകൊണ്ട് അതിന് ആ ഭക്ഷണ രീതിയോ വസ്ത്രധാരണ രീതിയോ ചമയോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും മാതാപിതാക്കളോ അല്ലെങ്കിൽ മുതിർന്നവരോ ഇടപെടാണ്ടിരിക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. അവരുടെ ട്രെൻഡ് അതാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ലോകത്തിന്റെ പോക്ക് അത് കൂടുതലായിട്ട് നമുക്ക് അറിയത്തില്ലല്ലോ മുതിർന്നവർക്ക്. അപ്പൊ അതുകൊണ്ട് അതിനെ അനുവദിച്ചേക്കുക എന്ന് വിചാരിച്ച് യാതൊരു നിയന്ത്രണമില്ലാതെ ഞാൻ പറഞ്ഞതുപോലെ കയറൂരി വരണം, ധാർമ്മിക നിയമങ്ങളൊന്നും പാലിക്കാതെ പോകണമെന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിലെല്ലാം അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് വിട്ടുകൊടുത്തേക്കുക. ഏത് ഗീതം പാട്ട് വെക്കണം, ഏത് ചാനൽ കാണണം, ഇങ്ങനെയുള്ള ചിലർ കാര്യങ്ങളുണ്ട്. അത് കിടുമ്പിടുത്തം പിടിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ അത് മാതാപിതാക്കളുടെ ആരോഗ്യത്തിന് ചിലപ്പോൾ നല്ലതായിരിക്കും. ഇപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചില ടിപ്സുകൾ പ്രദാനം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ ഇതിലൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക.
നമുക്ക് മറ്റൊരു വീഡിയോയിൽ വേറൊരു വിഷയം കാണാം. അതുവരെ ഗുഡ് ബൈ.